മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് ചേരാം. ഇതാ ഒരു മാസം പൂർണ്ണമായും തീരുകയാണ്. 2026 ജനുവരി മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ അവസാന നിമിഷത്തിലും ഈശോ നമ്മെ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്നുണ്ട്. നീ ഇരിക്കുന്ന സ്ഥലങ്ങളിലൂടെ, ഈ മാസക്കാലം നടന്നിയ വഴിത്താരകളിലൂടെ, നീ സംസാരിച്ച വിഷയങ്ങളിലൂടെ, നീ പങ്കിട്ട സൗഹൃദങ്ങളിലൂടെ ഈശോ കടന്നു വരികയാണ്. ഇന്ന് കർത്താവ് തരുന്ന വചനം ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കുവാനുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. മകളെ, വിശ്വസിക്കാൻ മാത്രമല്ല, സഹിക്കുക അതൊരു അനുഗ്രഹമാണ്. സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക, സഹനത്തെ ആനന്ദത്തോടെ സ്വീകരിക്കുക. സഹനത്തെ നമ്മൾ ഭയപ്പെടരുത്. നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നത്, നമ്മെ ഒറ്റപ്പെടുത്തുന്നത് പൂർണ്ണമായും ദൈവാശ്രയ ബോധത്തിൽ വളരുവാനും വളർത്തുവാനുമാണ്. നമുക്ക് നമ്മെ ദൈവം ശാസിക്കുന്നത്, ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് നമ്മൾ കൂടുതൽ കഴിവുള്ളവരായി, ശോഭയുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ്. ആകയാൽ വിശ്വാസവും സഹനവും ഇഴചേർന്ന് പോകുന്ന സുഹൃത്തുക്കളാണ്. നമുക്ക് വിശ്വസിക്കാം ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന്. നമുക്ക് വിശ്വസിക്കാം സഹനങ്ങളിൽ നമ്മെ തളർത്തുകയില്ല എന്ന്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രെയർ ലിങ്ക് ഷെയർ ചെയ്യുന്ന കാലാകാലങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക് കടന്നു വരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.